ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജെം ടോക്കീസ്. അപ്പം നമ്മുടെ ഷാനുക്കയുടെ ഇൻ്റർവ്യൂവിൽ നമുക്കെല്ലാവർക്കും അറിയാം, നല്ല ക്ലിയർ ആയിട്ടാണ് ഓരോ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു നെഗറ്റീവ് കോണ്ടൻറ്റ് കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ, അതായത് ഒരു യൂട്യൂബേഴ്സിനും ഷാനുക്കയുടെ ഇൻ്റർവ്യൂ എടുത്തിട്ട് അലക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാതെയാണ് ഷാനവാസിക്ക് ഓൾറെഡി അങ്ങനത്തെ നിലപാടുകളും കാര്യങ്ങളുമാണ് ഷാനവാസിക്ക് ഓൾറെഡി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പല യൂട്യൂബേഴ്സും ഈ ഇൻ്റർവ്യൂ എടുത്തിട്ട് അലക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ഞാനത് പറയാൻ വേണ്ടിയല്ല വന്നത്. ഞാൻ പറയാൻ വന്നത് ഷാനവാസിക്ക പറഞ്ഞൊരു കാര്യമായിരുന്നു. അതായത് ആദില നൂറിനെ പറ്റി അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ഷാനവാസിക്ക പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, അവർ ആദ്യം അവരുടെ എന്താ പറയുക നിലപാട്, അവർ ഫൈസലും മലബാർ ഇഷ്യൂവിൻ്റെ നിലപാട് ഷാനവാസിക്ക കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിന് മുന്നേ ഷാനവാസിക്ക പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, ഈ ആദില നൂറ എങ്ങനെയാണ് അവരെ പെങ്ങൾ പാസത്തിന് വേണ്ടിയാണോ എന്നുള്ള ചോദ്യം ചോദിച്ചു. അതിനുശേഷം ഷാനവാസിക പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഒരുപാട് സ്നേഹിച്ച പിള്ളേരായിരുന്നു അവർ. അതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കണ്ടിരിക്കുന്നതും. അതായത് പെങ്ങൾമാർ അല്ലെങ്കിൽ അവരുടെ ബോണ്ട് ഗെയിമിൻ്റെ ഭാഗമെന്നല്ല, അവർ ഷാനവാസികയോട് ചെയ്തതെല്ലാം ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് ഷാനവാസിക കാണുന്നതും. പക്ഷേ ചില കാര്യങ്ങൾ വിഷമിപ്പിക്കേണ്ടി വന്നു, അല്ല വിഷമിച്ചു എന്നുള്ള കാര്യങ്ങൾ ഷാനവാസിക പറയുന്നുണ്ട്. ഓൾറെഡി ബിഗ് ബോസ് കണ്ട എല്ലാവർക്കും അറിയാം, ഷാനവാസിക്കയും നൂറ ആദിലയുടെ ബോണ്ടെന്ന് പറയുന്നത് ബ്രദർ സിസ്റ്റർ ബോണ്ടാണ്. ഷാനവാസിക്ക അതിനെപ്പറ്റി ഒരുപാട് പഴി കേട്ടിട്ടുണ്ടെങ്കിലും അവരുടെ കൂടെ തന്നെയാണ് നിന്നിട്ടുള്ളത്. പെങ്ങന്മാരാണെന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഹൗസ് മേറ്റ്സ് അതിനെ കളിയാക്കിയിട്ടുണ്ട്, വലിയേട്ടനെന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടുള്ളെങ്കിലും അപ്പോഴും ഷാനവാസിക്ക അവരുടെ കൂടെ തന്നെയായിരുന്നു നിന്നിരുന്നത്. എന്നാൽ ഈ ആദില നൂറ അവരും ഷാനവാസിക്കയുടെ കൂടെ അതേ രീതിയിൽ നിന്നിരുന്നുവെങ്കിൽ അവർക്ക് നല്ല സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നേനെ. ഒരു പുറകിൽ നിന്ന് കുത്താതെ, ബാക്ക് സ്റ്റാബ് ചെയ്യാതെ, ഈവൻ അനുമോളോട് പോലും നല്ല രീതിയിൽ നിന്നിരുന്നെങ്കിൽ ഒരുപാട് നല്ല മൊമെൻറ്റ്സ് നമുക്ക് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് കാണാമായിരുന്നു. ഇവരെല്ലാം കൂടെ ഒന്നിച്ച്. മാത്രമല്ല ഫൈസലിക്കയുടെ ഇഷ്യൂവിൽ ഒരുപാട് സപ്പോർട്ട് കുറച്ചുകൂടെ കൂടുതൽ കിട്ടിയത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ചുകൂടെ കൂടുതൽ കിട്ടിയേനെ. എന്നാൽ ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ആദില നൂറ തന്നെ ആദ്യമേ മുതൽ തന്നെ ഇവർ ഓരോരുത്തരുമായിട്ടും കൂട്ടുകൂടിയിട്ട് അവരെ ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന രീതിയിലായിരുന്നു. ആദ്യം ശാരികയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ആദിലിനെ കുറിച്ച്. അപ്പോഴൊന്നും നമുക്ക് വലിയ കാര്യങ്ങളാക്കിയിട്ട് ഉണ്ടായിരുന്നില്ല നമ്മൾ. അപ്പം പിന്നീട് അവർക്ക് ലക്ഷ്മി പറഞ്ഞൊരു വിഷയമാണ് പിന്നെ വന്നിരുന്നത്. അവർക്ക് എന്നും ഒരു ഇക്ക കൂടെ വേണം. ഇക്ക ഇല്ലെങ്കിൽ അവർക്ക് പറ്റില്ല. ആദ്യം അക്ബറിക്കയായിരുന്നു, ഇപ്പോൾ ഇത് ഷാനവാസിക്കയാണ്. ഷാനവാസിക്കയും അവരെ വിട്ടു പോകാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴും അങ്ങ് ലാസ്റ്റ് വരെ, അതായത് 90 ദിവസം വരെയും ഷാനവാസിക്ക അവരെ ചേർത്ത് പിടിച്ചു. എത്ര ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടും ഷാനവാസിക്ക അവരെ ചേർത്ത് പിടിച്ചു. അത് സ്നേഹം കൊണ്ടാണ്, അതായത് ഒരു അഫെക്ഷൻ അല്ലെങ്കിൽ അനിയത്തിമാരോടുള്ള അഫെക്ഷൻ കൊണ്ടാണ് പുള്ളിക്കാരനെ അങ്ങനെ ചെയ്തത്. അപ്പം ഷാനവാസിക്ക അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഷാനവാസിക്കായിട്ട് ഒരുപാട് പേര്, ഇപ്പം നമ്മളെപ്പോലുള്ള പ്യുവർ ഫാൻസ് അല്ലെങ്കിൽ ജെനുവിൻ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞു കൊടുക്കും അല്ലേ, നമ്മളും പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ കാരണമാണ് ഷാനവാസിക്കയ്ക്ക് വിന്നറാവാൻ പറ്റാഞ്ഞത്. അത് പറഞ്ഞപ്പോൾ ഷാനവാസിക്ക് ഒരുപാട് വിഷമം തോന്നിയെന്ന് ഷാനവാസിക്ക പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷാനവാസിക്ക ബിഗ് ബോസിൻ്റെ ഒരു എപ്പിസോഡും ഷാനവാസിക്ക കണ്ടിട്ടില്ല. എന്നാൽ കാണണമെന്ന് പറയുന്നുണ്ട്, കണ്ടിട്ടില്ല. ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നുണ്ടായിരുന്നു എന്ന് ഷാനവാസിക്ക പറയുന്നു. അപ്പം എന്ന് വെച്ചാൽ ഷാനവാസിക്ക എന്ന മനുഷ്യനെ അവിടെ എവിടെയും ഷാനവാസിക്കേനെ പറ്റി പറയുന്നതും ഷാനവാസിക്കേനെ ഒരുപാട് ബാക്ക് സ്റ്റാബ് ചെയ്യുന്നതും, അതായത് മെയിൽ ഷോമനിസ്റ്റ് എന്ന് വിളിച്ചത്, അതേപോലെ ഡ്രാമ കിങ്, അമ്മായി, ഹിറ്റ്ലർ അമ്മായി എന്നൊക്കെ പറയുമ്പോഴൊക്കെ ഷാനവാസിക്ക് പുറത്തിറങ്ങിയാണ് ഷാനവാസിക്ക് ഇത് പലതും കൂടുതലും അറിയുന്നത്. അതൊക്കെ ഷാനവാസിക്ക് ഒരുപാട് വിഷമമായി എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഷാനവാസിക്ക് എപ്പിസോഡ് കാണാൻ തോന്നുന്നില്ല എന്ന് ഷാനവാസിക്ക് പറയുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം, അതായത് ഷാനവാസിക്ക് ഒത്തിരി അടുത്തുള്ള ആൾക്കാർ ഷാനവാസിക്ക് എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുള്ളതാണ്. ഷാനവാസിക്ക് എന്തെങ്കിലും പറയുമ്പോൾ ഷാനവാസിക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പം അതെന്ന് വെച്ചാൽ ഒരു പ്യുവർ അഫെക്ഷൻ അല്ലെങ്കിൽ പ്യുവർ ആയിട്ടുള്ള ഒരു ബോണ്ടിൻ്റെ ഒരു ഇത് കാരണം അത് ബ്രേക്ക് ആകുമ്പോഴാണ് നമുക്ക് വിഷമം. നമുക്ക് പേഴ്സണലി ഇപ്പോൾ എനിക്കാണെങ്കിൽ കൂടിയും, അപ്പോൾ നമ്മൾ അത്ര അടുത്തിരിക്കുന്ന ഒരാൾ നമ്മളറിയാതെ അവിടെ ഇവിടെയൊക്കെ പോയിരുന്നു നമ്മളെപ്പറ്റി പറയുമ്പോൾ, നമ്മളിങ്ങനെ ആൾക്കാരാണെന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ വിഷമം വരും. അതുപോലെ തന്നെയാണ് ഷാനവാസിക്കും തോന്നിയെന്നാണ് ഷാനവാസിക്ക പറയുന്നത്. പക്ഷേ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ നെഗറ്റീവ് കേട്ടപ്പോൾ, അതായത് ഇവർ കാരണമാണ് ഷാനവാസിക്ക് കപ്പ് കിട്ടാഞ്ഞത്, അല്ലെങ്കിൽ ഇവർ ഇവിടെ ഇരുന്ന് ഷാനവാസിനെ ഇതും പറയുന്നു എന്ന് കേട്ടപ്പോഴത്തേക്കും ഷാനവാസിക്ക് ഓൾറെഡി ഒന്നും കാണാതെ പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് റീൽസ് മാത്രമാണ് കണ്ടത്. അത് അനീഷുമായിട്ടുള്ള ബോണ്ടിങ്, അനൂറയായിട്ടുള്ള കോമഡി, സാബുമാനായിട്ടുള്ള കോമഡി റീൽസ്, അങ്ങനത്തെ റീൽസ് മാത്രമാണ് ഷാനവാസിക കണ്ടതെന്നാണ് ഷാനവാസിക പറയുന്നത്. അപ്പം അത്രയും ജെനുവിനായിട്ടൊരു മനുഷ്യനാണ്. കാരണം അതുപോലും കണ്ടില്ല. അപ്പം അവരൊരു എന്താ പറയുക, ഒരു ഇതില്ല,
ഗ്രഡ്ജ് വെക്കുന്നില്ല. പക്ഷേ ഈ വിഷമം ഷാനവാസിക്ക ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ടാവണം ഷാനവാസിക്ക എന്താ പറയുക കുറച്ച് സൈലൻ്റ് ആയി പോയത് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു ഇപ്പോൾ. ബിക്കോസ് ആ ഒന്ന് ഇറങ്ങിയതിന് ശേഷം ഇങ്ങനെ നെഗറ്റീവ് കേട്ടപ്പോൾ ഷാനവാസിക്ക് എന്താ പറയുക ഒരു 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 വിഷമം തോന്നി. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അതുകൂടാതെ ഷാനവാസിക്ക വേറൊരു കുറച്ച് കാര്യങ്ങളും പറയുന്നുണ്ട്. അതായത് ആദില നൂറ എന്ന് പറയുന്ന വ്യക്തികളെ ഷാനവാസിക്ക ഇഷ്ടപ്പെടുന്നത് അവരുടെ കമ്മ്യൂണിറ്റി കണ്ടിട്ടല്ല, LGBTQ കമ്മ്യൂണിറ്റിയുടെ ഇതൊന്നും കണ്ടിട്ടല്ല. അങ്ങനെ ഒരു പ്രോത്സാഹനവും ഷാനവാസിക്ക പറയുന്നില്ല. പക്ഷേ അവരുടെ കാര്യങ്ങളിൽ യോജിപ്പും ഇല്ല വിയോജിപ്പും ഇല്ല എന്ന് പറയുന്നുണ്ട്. അവർ മനുഷ്യ കുഞ്ഞുങ്ങളായതുകൊണ്ട് മാത്രം അവരെ സ്നേഹിച്ചു എന്നുള്ള രീതിയിലാണ് ഷാനവാസിക്ക പറയുന്നത്. അല്ലാതെ ഇനിയും ഷാനവാസിക്ക അത് LGBTQ കമ്മ്യൂണിറ്റിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് ദാണ്ട് നിൽക്കുന്നു അങ്ങനൊന്നുമല്ല. അവർ മനുഷ്യരായതുകൊണ്ട് അവരെ സ്നേഹിക്കുന്നു. 26 കണ്ടസ്റ്റൻസ് ഉണ്ടെങ്കിൽ 26 കണ്ടസ്റ്റൻസിലെ ആൾക്കാരാണ് അവരും. അപ്പോൾ അവർക്കും അവരുടേതായ റൈറ്റ്സും കാര്യങ്ങളും ഉണ്ട്. അവർക്ക് മനസ്സിലാവുമ്പോൾ അവർ ജീവിതത്തിൽ കൊണ്ടുപോയ ഒരു ട്രോമ കാരണമായിരിക്കും അവരിങ്ങനെ ആയത്. അതേപോലെ തന്നെ വേറെ കാര്യം പറയുന്നുണ്ട്, പേരൻസിൻ്റെ ഒരു വാദം ഷാനവാസിക കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്താ പറയാനുള്ളത് ഷാനവാസിക്ക് അറിയത്തില്ല. സോ അതിനെപ്പറ്റി ഒന്ന് കാര്യമായിട്ട് സംസാരിക്കാൻ ഷാനവാസിക്ക് അറിയത്തില്ല കൂടി ഷാനവാസിക്ക് അത് പറയുന്നുണ്ട്. അപ്പം ഇതാണ് ഷാനവാസിക മെയിൻലി പറഞ്ഞത്. അങ്ങനെ അറിഞ്ഞപ്പോൾ, അതായത് അവർ കാരണമാണ് ഷാനവാസിക്ക് വിന്നർ ആവാതെ പോയത് എന്ന് കേട്ടപ്പോൾ ഷാനവാസിക്ക് വളരെ സങ്കടം തോന്നിയെന്ന് പറയുന്നുണ്ട്. സ്റ്റിൽ അവരെ എന്താ വെച്ചാൽ ഗെയിമിൻ്റെ ഭാഗമായിട്ടുള്ള കണ്ടതൊക്കെ ഗെയിമിൻ്റെ ഭാഗമാണ്. സ്റ്റിൽ അവരോട് സ്നേഹവും അഫെക്ഷനും എല്ലാം ഉണ്ട്. ഇപ്പോഴും പറയുന്നു, ഇവർ നല്ല രീതിയിൽ അനുമോളായിട്ടും ഷാനവാസിക്കുമായിട്ട് നിന്നിരുന്നെങ്കിൽ നല്ലൊരു ബോണ്ട് നമുക്ക് പുറത്ത് അവരുടെ ഒരു ബോണ്ട് നമുക്ക് കാണാമായിരുന്നു. ഇനിയും അവർ തന്നെയാണ് കൊണ്ടുപോയി കല ഉടച്ചതെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇത്ര നല്ല ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും അവരുടെ സ്വഭാവദൂഷ്യങ്ങൾ കൊണ്ടാണ് മാറിപ്പോയത്. എനിവേ നമുക്കിനി നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഷാനവാസിക്കയുടെ കുറേ സിനിമകളിൽ ചാൻസും കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. എനിവേ സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ ഫോർ മോർ അപ്ഡേറ്റ്സ്. എല്ലാവരും സേഫായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ആൻഡ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.